ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലാണ്. മുല്ലക്കൊടി ആട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറന്റിനെ പറ്റിയിട്ട്, പക്ഷെ ഇപ്പോഴാണ് പോകാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ അവിടേക്ക് ചെന്നപ്പോൾ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ കാണാൻ അടിപൊളി, കിടിലം എന്ന് പറഞ്ഞാൽ കിടിലമായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു റിവർ സൈഡിലുള്ള സീറ്റ് കിട്ടിയതില്ല. അതും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ. അപ്പൊ നമ്മൾ മിഡിലോട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും അടിപൊളി തന്നെയായിരുന്നു. എവിടെ ചുറ്റിലും നോക്കിയാലും പുഴ തന്നെയായിരുന്നു. പുഴയുടെ നടുക്കായിരുന്നു ആ ഒരു റെസ്റ്റോറന്റ് വരുന്നത്. അതാണല്ലോ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സീറ്റും കൂടി കിട്ടിയിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. ഓക്കെ, അത് കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവര് നമ്മൾ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫിഷ് പിടിച്ച് നമുക്ക് ഏതാണോ ഫിഷ് വേണ്ടത് അത് അവര് ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ടോ തരുമായിരുന്നു. പക്ഷെ നമ്മൾ ഫിഷിലോട്ട് പോയി. എനിക്ക് ഫിഷിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ തന്നെ മതി. അപ്പൊ അച്ഛൻ പറഞ്ഞു നമുക്ക് വെറൈറ്റി കഴിക്കാം. അപ്പൊ തന്നെ വെറൈറ്റി നോക്കി അവസാനം നമ്മൾ മന്തി തന്നെ എത്തി. അപ്പൊ നല്ലൊരു അൽഫാം മന്തിയായിരുന്നു ഞാനും അമ്മയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊന്നു പറഞ്ഞു എനിക്ക് നൂഡിൽസ് മതിയെന്ന്. എന്തുണ്ടായിരുന്നില്ല, പൊന്നു നൂഡിൽസ് മാത്രം മതിയെന്ന് വാശി പിടിച്ചപ്പോ എന്നാ പിന്നെ മതിയെന്ന് നമ്മൾ വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ ഞാനൊരു ബിരിയാണി കഴിക്കാം. അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ വെറൈറ്റി ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ബിരിയാണിയിലും മന്തിയിലും തന്നെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫിഷിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, കഴിക്കില്ല എന്നല്ല, പക്ഷെങ്കിൽ നമ്മൾ ഫിഷിൽ അങ്ങനെ വെറൈറ്റി നോക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ മന്തിയിലേക്കായിരുന്നു. മന്തി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മക്ക് സാധാരണ മന്തിനോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്, പക്ഷെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി മന്തി. പൊന്നുവിന് ആസ് യൂഷ്വൽ നൂഡിൽസ് ആ ഒരു ടേസ്റ്റ് എപ്പോഴും അറിയാമായിരുന്നല്ലോ. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനങ്ങനെ മന്തി എടുത്തതാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഒരുപാട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് എനിക്ക് ആ ഒരു റെഡ് ചട്നിയൊക്കെ, ഞാൻ മന്തിയിലെ റെഡ് ചട്നി എപ്പോഴും അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഈ ഒരു ചട്നി എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് വന്നു. ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കറി ഒഴിക്കുന്ന പോലെ ഞാനിങ്ങനെ കോരി ഒഴിച്ച് കഴിക്കായിരുന്നു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. ശരിക്കും ഇത്രയും കാലം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യായിരുന്നു തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസിൽ നമ്മൾ ഭയങ്കര കൂളായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ തിലകൻ സാറ് പറഞ്ഞ പോലെ തന്നെ വയറ് നിറക്കാൻ ആരെ കൊണ്ട് പറ്റും, പക്ഷെ മനസ്സും കൂടി നിറക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അവിടുത്തെ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് തിരക്കുണ്ടായിട്ട് അവർ ഓരോരുത്തരുടെ ഓർഡർ എത്ര ശ്രദ്ധാപൂർവ്വമാണ് കേട്ടിരിക്കുന്നത്. ചില ആൾക്കാർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ഇവർ കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളുടെ ഓർഡറുകൾ സ്വീകരിക്കുന്നത്. അതിനനുസരിച്ച് സ്റ്റാഫും ഉണ്ടായിരുന്നു എന്നല്ല, പക്ഷെ അവരുടെ സർവീസ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ തീർച്ചയായും മുല്ലക്കോട് വരുന്നവർ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തായാലും വന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡും അടിപൊളിയാണ്. നമുക്ക് അത്രയും റേറ്റ് ഒന്നും ഫുഡിന് വരുന്നുമില്ല. നമുക്ക് റിവറൊക്കെ കാണാൻ നല്ല കൂളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഒരു തവണയെങ്കിലും എല്ലാവരും ഇവിടെ ഒന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.